ഹലോ എവ്രി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ഡെൻവർ സൂ എന്ന് പറഞ്ഞൊരു സൂവിലേക്കാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ സൂവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറി അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു വഴി ഞാൻ കണ്ടു. ഫുൾ മരങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇത് കുറവാണ് ശരിക്കും. ഇത്ര പച്ചപ്പൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം വളരെ കുറവാണ്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി, അങ്ങനെ ഞാൻ എടുത്തതാണ്. അപ്പം എനിക്കെന്തോ നാട്ടിലൊക്കെ ഒരു ഓർമ്മ വന്നുപോയി പെട്ടെന്ന്. ഇവിടെയൊക്കെ ശരിക്കും റോഡ്സൊക്കെ റോഡിലൂടെ പോകുന്ന വണ്ടിയും അതുപോലെ നമ്മൾ ട്രാഫിക് സിഗ്നൽസും കാര്യങ്ങളൊക്കെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. അത് ശരിക്കും നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് മാറി വേറെ എവിടെ പോയാലും അത് ശരിക്കും കാണാം. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഡ്രൈവിങ് സ്റ്റൈലാണ് ഇവിടെ. അങ്ങനെ ഞങ്ങളിത് സൂവിലെത്തി. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വലിയൊരു ലൈൻ ഉണ്ടായിരുന്നു. നമ്മൾ പക്ഷേ എന്തോ ഭാഗ്യത്തിന് നേരത്തെ വീട്ടിൽ നിന്ന് തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് പെൻഗ്വിൻസിൻ്റെ ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവർ ഏതൊരു ടൈം സ്ലോട്ട് ഉണ്ട്, ആ ഒരു ടൈമിൽ ഇവരെന്തോ ഒരു പെൻഗ്വിൻ ഷോ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് നമുക്ക് കാണാൻ പറ്റിയില്ല ശരിക്കും. പക്ഷേ ശരിക്കും ഇതിനെ കണ്ടിട്ട് സങ്കടമായിപ്പോയി. കാരണം ഇവരൊക്കെ അന്റാർട്ടിക്കയിൽ തണുപ്പത്ത് ജീവിക്കുന്ന പക്ഷികളല്ലേ. അവരെ പിടിച്ച് ചൂടത്തൊക്കെ ഇട്ടിട്ട് കണ്ടു. അപ്പം മാപ്പ് കിട്ടിയപ്പോൾ നമുക്ക് കവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി. ഞങ്ങൾ ആദ്യം വന്നത് ഏപ്സിൻ്റെ സ്പോട്ടിലേക്കാണ്, അതായത് മങ്കീസ്, ഗൊറില്ലാസ് അങ്ങനത്തെ ആനിമൽസൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് 3 പേരെയാണ്. അപ്പോൾ ഒരാൾ അവിടെ ഇങ്ങനെ ബോറടിച്ചിരിക്കുന്നുണ്ട്, ബാക്കി 2 പേര് അവിടെ ഒരു ഹാങ്ങിങ് സാധനത്തിന്, അതിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂട. അപ്പോൾ അവർ സാധനത്തിൻ്റെ മേലെ ഇങ്ങനെ തൂങ്ങി പിടിച്ചൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു 2 പേര്. ബെറാനി, സേറ, ഹെസ്റ്റി, ഐറീന, ജയ, സിസ്ക. ജയ is a sweet, sensitive male. സൂവിൻ്റെ ഒരു ഫുൾ ടൂറൊക്കെ വേണമെങ്കിൽ ആ നേരത്തെ കണ്ട ട്രെയിനിൽ ഇരുന്നാൽ മതി. അപ്പോൾ അവർ ഫുൾ ഒന്ന് ചുറ്റി കാണിച്ചു തരും. അകത്ത് കയറിയൊന്നും ഇതുപോലെ കാണാൻ പറ്റില്ലെങ്കിലും ഫുള്ളൊന്ന് ജസ്റ്റ് ഒരു വ്യൂ പോലെ കാണാൻ പറ്റും. ഇത് എനിക്ക് ക്യൂട്ടായിട്ട് തോന്നിയ വേറൊരു ആനിമലാണ് കേട്ടോ. ഇത് മങ്കീസാണ്. 2 മങ്കീസ് ഉണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ അവർ ടെയിൽ വെച്ചിട്ട് വരെ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. അവരിങ്ങനെ ഈ ഗ്രിൽസിലൊക്കെ കൈയും കാലും ടെയിലും യൂസ് ചെയ്തിട്ട് അവരിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് സൂമിൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ അവർ 2 കൈയും യൂസ് ചെയ്യുന്നുണ്ട്, ആ ടെയിലും യൂസ് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ ക്ലിങ് ചെയ്ത് പിടിക്കാൻ വേണ്ടി ആ ഒരു ഗ്രിൽസിനെ. അപ്പോൾ 2 എണ്ണം ഉണ്ടായിരുന്നു, 2ഉം അതുപോലെ തന്നെ ആയിരുന്നു. അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു രസമായിട്ട് തോന്നി. സ്പൈഡർ മങ്കി, എൻ്റെ കൈ ഒരു വെബ് പോലെ ഇല്ലേ, സ്പൈഡർ വെബ് പോലെ. ഇതെന്ത് പോസ്? വെള്ളം കുടിക്കാൻ ഞാൻ പറയുമ്പോൾ വെള്ളം കുടിക്കുന്ന വെള്ളം കുടിക്കാൻ കാണിച്ചു. മേഡലാണ് ജിംനാസ്റ്റിക്സ് ആണ്. ഇയാള് ജിംനാസ്റ്റിക്സ് ആണ്. അങ്ങനെ ഞങ്ങൾ ഏപ്സിൻ്റെ ഏരിയയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇനി അടുത്ത് നമ്മൾ പോയത് ഇങ്ങനെ കുറച്ച് ഔട്ട്ഡോർ ആയിട്ടുള്ള പരിപാടിക്കാണ്. ഫുഡ് കഴിക്കുന്നുണ്ട്. ഈ ഒരു ആനിമലിനെ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്.
അതുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോ എടുത്ത് വെച്ചാണ്. അപ്പോൾ അതിങ്ങനെ ഫുഡ് കഴിക്കുന്നതായിരുന്നു നമ്മൾ പോയപ്പോൾ. അപ്പോൾ അത് കാണാനൊരു പ്രത്യേകതയില്ല, അതിൻ്റെ വായ ഇങ്ങനെ കൂർത്ത ഒരു വായ പോലെ ആയിട്ട്. അപ്പം ഇതിൻ്റെ പേര് നോക്കിയപ്പം ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, മലായൻ ടാപ്പിർ എന്നാണ് ഇതിൻ്റെ പേര്. മേ ബി മലേഷ്യ എന്നായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. മലായൻ എന്ന് കേട്ടപ്പോൾ അങ്ങനെ തോന്നി. ഇതിൻ്റെ ടിക്കറ്റിൻ്റെ കാര്യം ഞാൻ പറയാൻ പറഞ്ഞു. പെർ പേഴ്സൺ $25 കേട്ടോ. കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ നമ്മൾ ഒരു ആനേനെ കണ്ടു. ഇപ്പോൾ ഇത് ആനേൻ്റെ ഒരു ഏരിയ ആയിരുന്നു. എന്തോ ആനേനെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. മേ ബി മലയാളീസ് ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ നല്ല ഗാംഭീര്യമുള്ളൊരു ആനയായിരുന്നു. അതെന്തോ കഴിക്കുകയായിരുന്നു നമ്മൾ പോയ ടൈമിൽ. ഇതൊരു ആനേൻ്റെ സ്കള്ള് കാണിച്ചടാ. ഞങ്ങളങ്ങനെ എലിഫൻസിൻ്റെ ഏരിയയിലേക്കൂടെ നടന്നു പോയപ്പോൾ ഗണപതിയുടെ ഒരു പ്രതിഷ്ഠ കണ്ടു. ഒരു പ്രതിമ പോലെ വെച്ച് അതിന് നല്ല രീതിയിൽ മെയിൻ്റനൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടൊരു ബോർഡും ഉണ്ട്. അപ്പോൾ ഈ ബോർഡിൽ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഹിന്ദു ഗോഡാണ് ഗണേശ. അതായത് ഒരു എലിഫൻറ്റിനെ നമ്മൾ ഗോഡായിട്ട് കാണുന്നു, നമ്മൾ വേർഷിപ്പ് ചെയ്യുന്നു, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം നമ്മുടെ കൾച്ചറും റിലീജിയസ് ബിലീഫ്സിനൊക്കെ റെസ്പെക്റ്റ് ചെയ്ത് റെക്കഗ്നൈസ് ചെയ്തിട്ടാണല്ലോ ഇവരിതിവിടെ വെച്ചത്. അതുപോലെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നല്ലൊരു കൂട് പോലെയൊക്കെ ആക്കി അതുപോലെ പ്രാർത്ഥിച്ച് കോയിൻസ് ഒക്കെ ഇടുന്നുണ്ട് ആൾക്കാർ. I think that's further than 18 inches, bud. Their tongues. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ജിറാഫിനെ കണ്ടു. എനിക്ക് തോന്നുന്നു ഇത് അത്ര പ്രായമൊന്നും ആയിട്ടില്ല ഈ ജിറാഫിന്. ഒരു ബേബി ജിറാഫാണ്. എന്നിട്ട് ഇതിൻ്റെ നീളം നോക്കിക്കോ. അപ്പോൾ ഇവരെ ടങ്ക് എന്ന് പറയുന്നത് 18 ഇഞ്ചസ് ലോങ് വരെ വളരും എന്നാണ് ഇവർ പറയണത്, ഇതിൻ്റെ ഗൈഡ് പറയുന്നത്. അപ്പോൾ ഇവർ നല്ല സ്നേഹത്തോടെയാണ് കേട്ടോ ഇവരോടൊക്കെ സംസാരവും ഇവരെ നോക്കുന്നതൊക്കെ വളരെ സ്നേഹത്തോടെയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു സമാധാനം. ഇവരൊക്കെ അടച്ചിട്ടിട്ടാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഇവരോടുള്ള പെരുമാറ്റം നന്നായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആനിമൽസിനൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പിന്നെ കുറച്ച് ക്ഷീണമൊക്കെ ആയി, കാരണം നല്ല വെയിലുണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ടേക്ക് പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് ടേക്ക് കെയർ. ബൈ ബൈ.